നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഗോളം സോറി, ഇംഗ്ലീഷിൽ ഗോലം എന്നാണ് എഴുതി, ഗോലം എന്നേ വായിക്കത്തുള്ളൂ. നമ്മുടെ ലോർഡ് ഓഫ് ദ റിങ്സിലെ എന്ന് പറഞ്ഞിട്ട് സാധനം, ബട്ട് ഗോളം എന്നാണ്, സ്പിയർ എന്നാണ് സിനിമയുടെ പേര്. ആൻഡ് സത്യം പറഞ്ഞാൽ മറ്റേ പടം കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ലിറ്റിൽ ഹാർട്സ്. പക്ഷേ GCC കൺട്രീസിൽ ബാനാണ്. എനിവേസ് അൺഫോർച്ചുനേറ്റ്ലി അത് കാണാൻ പറ്റിയില്ല. ബട്ട് എനിവേസ് ഈ പടം ഇവിടെ റിലീസായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് സിനിമ തിയേറ്ററിൽ ഇരുന്ന് കണ്ടത്. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എനിക്കത് ഇഷ്ടമല്ല ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ കാണും. പ്ലീസ് വാച്ച് മൂവീസ് ഗൈസ്, കം ഓൺ ഗൈസ്. വാട്ട് ഈസ് ദിസ് ഗൈസ്? എ ത്രില്ലർ മൂവി ഗൈസ്. ആൻഡ് ഓൺ എ വെരി വിയേർഡ് വേ ഞാൻ ഈ സിനിമ ട്രെയിലർ കണ്ടില്ല, പോസ്റ്റർ കണ്ടാണ് ഞാൻ പോയി സിനിമ കാണാൻ പോയത്. ഉള്ളത് പറഞ്ഞു. ഡയറക്റ്റഡ് ബൈ സംജാദ് എന്ന് പറയുന്ന പുള്ളിയുടെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നത്, ബട്ട് ഡസൻ ഫീൽ ലൈക്ക് ദാറ്റ്. റൈറ്റിംഗ് ക്രെഡിറ്റ്സ് ഇസ് സംജാദ് ആൻഡ് പ്രവീൺ വിശ്വനാഥ് ആണ് സ്ക്രീൻ പ്ലേ. ഗംഭീര സ്ക്രീൻ പ്ലേ, എടുത്ത് പറയേണ്ട സാധനമാണ്. പിന്നെ മ്യൂസിക് അബി സാൽവിൻ തോമസ്. അബി സാൽവിൻ തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മ്യൂസിക്. സിനിമാറ്റോഗ്രാഫി വിജയ് ആണ്. യാത് വിജയടേ എന്തൊരു ആംഗിലാവട്ടെ. പിന്നെ മഹേഷ് ഭുവനേന്താണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞൊരു നല്ലൊരു ത്രില്ലർ പടം, നല്ല ഒരു ത്രില്ലർ ഫിലിമാണ്. ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി വൺ വാസ് ഫാന്റാസ്റ്റിക്. സിദ്ദീഖ്, പിന്നെ മറ്റേ രഞ്ജിത്ത് സജീവ, പുള്ളി പോലീസ് ഓഫീസറായിട്ട് പറഞ്ഞത് മെയിൻ പയ്യൻ പുള്ളിയാണ്. നമ്മുടെ യൂട്യൂബ് സ്റ്റാർ കാർത്തിക് ശങ്കർ ഉണ്ട്. പിന്നെ എന്ന് പറയേണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ അലൻസീർ ബ്രോ ചേട്ടനുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ കാതൽ സിനിമയിൽ അഭിനയിച്ച ചേട്ടല്ലേ, ആ ചേട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കാസ്റ്റും. ദിലീഷ് പോത്തനാണ് മെയിൻ. സണ്ണി വെയിൻ അടുത്ത സെക്കൻഡ് പാർട്ടിൽ സണ്ണി വെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഇതിൽ വളരെ കുറച്ചേ ഉള്ളൂവെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട് ഗൈസ്. അത് ഈ സിനിമ ഹിറ്റായാൽ മാത്രമേ വരുന്നതാണെങ്കിൽ വൻ ഷോക്കാണ്. ബിക്കോസ് എനിക്ക് സെക്കൻഡ് പാർട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയാനായിട്ട് ഒരു കട്ടപ്പ എന്തിന് ബാഹുബലിയെ കൊന്നെന്നുള്ള രീതിയിലാണ് ഈ സിനിമ കൊണ്ടുവന്നേക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു ക്ലിഫ് ഹാങ്ങറാണ്. അല്ലാതെ വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ഇടാം എന്നുള്ളതല്ല, ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഇതൊരു വലിയ സ്റ്റോറിയാണ്. ആ സ്റ്റോറീൻ്റെ കണ്ടിന്യൂവേഷൻ എന്താണ് എന്ന് കറക്റ്റ് രീതിയിലാണ് ഈ സിനിമ ചെയ്തു വെച്ചേക്കുന്നത്. ലവ് ദ മൂവി, റിയലി ഗുഡ് സ്ക്രീൻ പ്ലേ, ഫാന്റാസ്റ്റിക്. എല്ലാം പുതുമുഖ ആൾക്കാരാണ് ചെയ്തത്. ഇതിൻ്റെ ഡയറക്ടറിൻ്റെ തന്നെ ഫസ്റ്റ് മൂവിയാണ്, ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫറിൻ്റെ ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിനോട് ഒരു പുതിയ ഒരു പിള്ളേരെ, കുറേ ടെക്നീഷ്യൻസിൻ്റെ ഒരു ഒത്തൊരുമയാണ് ഈ സിനിമ. ആൻഡ് പ്ലീസ് എൻകറേജ് ദീസ് പീപ്പിൾ, ബിക്കോസ് നല്ല പടമായിരുന്നു, നല്ല എൻഗേജിങ് ആയിട്ടുള്ള. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഏകദേശം ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടി, സെക്കൻഡ് ഹാഫിൽ ഇതിൻ്റെ ഒരു എക്സിക്യൂഷൻ പരിപാടി രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. റിയലി ഗുഡ് മൂവി. ഞാൻ ഈ ഒരു സാധനം ഒരു മറ്റേ ഇതിൽ ഒരു ഡയലോഗ് ഉണ്ട്, ദർ ഇസ് നോ പെർഫെക്റ്റ് ക്രൈം എന്ന്. കറക്റ്റാണ്. ബുദ്ധിയുള്ള ഒരു പോലീസ് ഓഫീസറിന് ഇതൊക്കെ നിസ്സാരമായിട്ട് പോക്കാന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ പോലും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സാധനം ആയതുകൊണ്ട് നമ്മളും അതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു സാധനത്തിൽ നമ്മളെത്തും. എന്താണെങ്കിലും ഐ ലവ് ദിസ് മൂവി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ബിക്കോസ് അത് വായിച്ചിട്ടാണ് മിക്ക ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് പറയുന്നുണ്ടെന്നല്ല. എന്തിനാണെങ്കിലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഒരു 50,000 സബ്സ്ക്രൈബർ ആയ 1 മില്യൺ അവിടെ. നിങ്ങൾ എന്ത് വന്നിങ്ങനെ ഒരു രീതിയില്ലാതെ. എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഗോളം ദ സ്പിയർ വാസ് റിയലി നൈസ്. ലവ് ദ മൂവി. റിയലി ഗുഡ് ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യു വിൽ ഓൾസോ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ബാക്കിയുള്ളത് നിങ്ങളിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.